ഇതാരാ എന്റെ ഈ ഡയറിയിൽ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നത്? എടാ ഡേവിഡേ, വിന്നി, ആരുമില്ലേ ഇവിടെ? കർത്താവേ, അത് ഡാഡിയുടെ ഡയറി ആയിരുന്നോ? ആരുമില്ലേന്ന്. ഇന്ന് എന്താണാവോ പ്രശ്നം? ചതിച്ചു. ആരുമില്ലേ ഇവിടെ? ഞാൻ 10 വരെ എണ്ണും. ഡാഡിക്ക് അതിന് 10 വരെയല്ലേ എണ്ണാൻ അറിയൂ? എന്താ മുതലാളി, ഒളിച്ചു കളിക്കാനുള്ള പരിപാടി വല്ലതുമാണേൽ 15 വരെയെങ്കിലും എണ്ണണം കേട്ടോ. നീ ഒന്നിങ്ങോട്ട് കയറി വന്നേ. എന്താ മുതലാളി? ഡാഡി വിളിച്ചായിരുന്നോ? കുഞ്ഞു ഫ്രീ ആണേൽ വാ, നമുക്ക് എല്ലാവർക്കും ഒളിച്ചു കളിക്കാം. അതിനാ മുതലാളി വിളിച്ചത്. ഓ, ഞാനില്ല. ഞാൻ അതിനല്ല വിളിപ്പിച്ചത്. ഇതാരാ എന്റെ ഈ ഡയറിയിൽ ABCD എഴുതി വെച്ചത്? ഡേവിഡേട്ടനായിരിക്കും. ഞാനോ? അതെ. എനിക്കും അത് തന്നെയാ സംശയം. എന്നെക്കാളും വിദ്യാഭ്യാസമുള്ളതിന്റെ അഹങ്കാരം. അത് ശരിയാ. ഡാഡി 3ാം ക്ലാസ്, ഡേവിഡേട്ടൻ 4ാം ക്ലാസ്. മുതലാളി, ഞാൻ കണ്ടോ ഡാഡി നിന്ന് പതറുന്ന കണ്ടോ? ഇത് ഞാൻ ഇപ്പം തെളിയിക്കാം. എഴുതടാ. ഈ ബുക്കിൽ നേരത്തെ എഴുതിയ പോലെ എഴുതടാ. നിന്നെ ഹാൻഡ് റൈറ്റിംഗ് വെച്ച് ഞാൻ പിടിക്കും. കർത്താവേ, പെട്ടു. അത് മുതലാളി, ഞാൻ എടാ എഴുതാൻ. മുതലാളി എന്നോട് പൊറുക്കണം, ഞാൻ തന്നെയാ എഴുതിയത്. ഡാഡി, ഫോൺ ബെല്ലടിക്കുന്നു. ഞാനങ്ങോട്ട് ചെല്ലട്ടെ? ആ, മോള് പോയിക്കോളൂ. എനിക്ക് ഇവനെ മതി. എന്റെ ഒരു പേജാ നീ നശിപ്പിച്ചത്. മുതലാളി, നിന്റെ 2 മാസത്തെ ശമ്പളം പിടിക്കാതെ ഒരു മാർഗവുമില്ല. ഞാനല്ല മുതലാളി എഴുതിയത്. കുറച്ചു മുമ്പ് നീ തന്നെയല്ലേ പറഞ്ഞത് എഴുതിയത് നീയാണെന്ന്? മുതലാളി എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്, അതും കുഞ്ഞിന്റെ മുന്നിൽ വെച്ച്? എനിക്ക് ABCDയുടെ സ്പെല്ലിംഗ് വല്ലതും അറിയാമോ? വേറൊന്നുമല്ല, ഏതും പോരാത്ത ABCDയുടെ സ്പെല്ലിംഗ്. നാളെയോ? ഓക്കെ. എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. 10 മണിക്ക് ഞാൻ ഫ്രീയാ. നാളെ രാവിലെ അല്ലേ? ഞാൻ ഏറ്റുന്നേ. നാളെ 10 എന്നൊരു സമയമുണ്ട്. ഈ വിന്നി അവിടെ എത്തിയിരിക്കും. അന്യയോ? അതെന്തിനാ? അവളെ വിളിക്കണോ റെക്സാ? അവൾക്ക് പഠിക്കാനൊക്കെ കാണില്ലേ? ശരി, ഞാനേതായാലും ചെന്ന് പറയാം. മനസ്സിന് എന്തെന്നില്ലാത്ത സുഖവും സമാധാനവും ഒക്കെ തോന്നുന്നു. ഡാഡി, റെക്സ് നാളെ വരുന്നുണ്ടെന്ന്. തികഞ്ഞു. അല്ലേലും ഞാൻ ഓർക്കുകയായിരുന്നു. ഈ സുഖവും സമാധാനവും ഒക്കെ തോന്നുക പതിവില്ലല്ലോ. ഏതായാലും അതങ്ങ് മാറിക്കിട്ടും. എന്ത് പറ്റി ഡാഡി? ഒന്നുമില്ല മോളെ, സന്തോഷം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ല, അതാ. ഈ ഡാഡിയുടെ ഒരു കാര്യം. ഏകദേശം 1 വർഷമായി ഞാൻ റെക്സിനെ കണ്ടിട്ട്. നാളെ 10 മണിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രീറ്റ് വെച്ചിരിക്കുക അവന്റെ വീട്ടില്. ഞങ്ങൾക്കോ? അന്നേയും വിളിക്കണമെന്നാ എന്നോട് വിളിച്ചു പറഞ്ഞത്. അന്നമോളുമുണ്ടോ?
അയ്യര അന്നമോള്. എന്നാ ശരി ഡാഡി, ഞാൻ ഈ കാര്യം അന്നയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ശരി മോളെ, സൂക്ഷിച്ചു പോണേ. അന്നമ്മോടെ കാര്യം ഈ വിന്നി മോളെ ഏറ്റു. ദേ, അന്നയുടെ കൂട്ടുകാരിയല്ലേ നടന്നു വരുന്നത്? അതെ, വിന്നിയാണല്ലോ അത്. എന്തൊപ്പിക്കാനുള്ള പോക്കാണോ ആവോ. ഹോ, ഈ എമിയുടെ ഒരു കാര്യം എല്ലാം സംശയദൃഷ്ടിയോടെ മാത്രമേ കാണൂ. ആമിക്കറിയാമോ, പണ്ട് ഈ വിന്നിയ എന്നെ കെണിവെച്ച് കൂട്ടിലാക്കിയത്? ആ 4-5 മണിക്കൂർ ഞാൻ അനുഭവിച്ച വേദന എമി അതൊന്നും മറന്നില്ലേ? മറക്കാനോ? അന്ന് അന്യെങ്ങാനും വന്നില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി. പോട്ടെ എമി, സാരില്ല. അമ്മി, ഞാനിതാ വരുന്നു. അന്ന് എന്നെ ഉപദ്രവിച്ചതിനുള്ള മറുപടി ഇന്ന് ഞാൻ നൽകും. വിന്നി ഇന്ന് പേടിച്ച് ജീവനും കൊണ്ട് ഓടും. അന്ന വരച്ച ആ പെയിന്റിംഗ് അവിടെ ഉണ്ടാകുമോ ആവോ. വേണ്ട, ധൃതി പിടിച്ചൊന്നും ചെയ്യണ്ട. നാളെ ആവട്ടെ, നന്നായി ആലോചിച്ച് തീരുമാനിക്കാം. ഏതായാലും പെയിന്റിംഗ് എടുത്ത് കൂട്ടിക്കൊണ്ടുവയ്ക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് കുതിരപ്പുറത്ത് ഇവിടെ വന്ന ഒരു വ്യാപാരിയെ? ഞാൻ ഓർക്കുന്നുണ്ട് ആ രത്ന വ്യാപാരിയെ. അതെ, അദ്ദേഹം തന്നെ. അദ്ദേഹം? അദ്ദേഹത്തെ ഞാൻ ഇന്ന് മാർക്കറ്റിൽ വെച്ച് കണ്ടു. എന്നിട്ട് അദ്ദേഹം അപ്പച്ചനെ മനസ്സിലാക്കിയോ? അവിടെയാണ് ഈ നന്മയുടെയും സത്യസന്ധതയുടെയും ഒക്കെ മഹത്വം. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ എനിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ പറഞ്ഞത്? ഒരിക്കൽ താൻ അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ രക്ഷിക്കാൻ കർത്താവ് അയച്ച കാവൽമാലാകെയാണ് ഈ നിൽക്കുന്ന യൂസഫ് എന്ന്. ആഹാ, കൊള്ളാലോ. കൂടാതെ ഒരു സമ്മാനവും തന്നു. ദേ, ഇത് കണ്ടോ? ഇതെന്താ അപ്പച്ചാ, വാച്ചാണോ? അതേ മോളെ, മോൾക്കുള്ള സമ്മാനമാണെന്നാ ആ വ്യാപാരി പറഞ്ഞത്. അതെയോ? അത് മാത്രമല്ല, ഈ ബട്ടൺ കണ്ടോ? ഈ വാച്ചിലെ ബട്ടൺ അമർത്തിയാൽ മറ്റേ വാച്ചിൽ നിന്നും ശബ്ദമുണ്ടാകുമെന്ന്. അതേതായാലും കൊള്ളാം. ഈ റെക്സിന് എന്താ ഇത്ര നിർബന്ധം? അന്ന കൂടിയേ തീരുമെന്ന്. അവളേതായാലും അങ്ങനെ സൂഹിക്കണ്ട. ഇതിപ്പോ എങ്ങനെയാ ഒന്ന് മുടക്കുക? റെക്സൺ രാവിലെ 10 മണിക്ക് വരണമെന്നല്ലേ പറഞ്ഞത്? അന്നയോട് സമയം മാറ്റി 1 മണി എന്ന് പറഞ്ഞാലോ? ഏതായാലും അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനുമായിട്ടല്ലേ പോകൂ. ഞാനില്ലാതെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമൊന്നും ഏതായാലും അവൾക്കില്ല. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ. ഹായ് അങ്കിൾ. ഇതാരി? വിന്നിമോളോ? വാ വാ. അന്നെ എന്തി അങ്കിൾ? മുറിയിൽ കാണും. മോൾ എന്നാൽ അങ്ങോട്ട് ചെല്ലേ. ശരി അങ്കിളെ. ഹായ് വിന്നി, ഇതെന്താ ഇത്ര രാവിലെ? നാളെ നമ്മുടെ റെക്സൺ വരുന്നുണ്ടത്രേ. നമ്മൾ രണ്ടാളും അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അന്ന് നാളെ ഫ്രീ ആണോ? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമുക്ക് പോകാം. ഓ, അല്ല, എത്ര മണിക്കാ അവിടെ എത്താൻ റെക്സൺ പറഞ്ഞത്? അത് 1 മണി. ഷോ, നല്ല വെയിലായിരിക്കും. എന്നാലും സാരമില്ല, നമ്മുടെ കൂട്ടുകാരനല്ലേ റെക്സൺ.
എത്ര നാളെയൊന്ന് കണ്ടിട്ട്. അതെ അതെ, ഞാന് മാത്രം ഇല്ലില്ല. ഞാൻ ഏകദേശം ഒരു 12 മണിയാവുമ്പോ വിന്നിയുടെ വീട്ടിൽ വരാം. എന്നിട്ട് അവിടുന്ന് ഒരുമിച്ച് പോകാം. എന്താ? എന്നാൽ അങ്ങനെ ആവട്ടെ. ശരി അന്ന, ഞാൻ ഇറങ്ങട്ടെ. ആ, അന്നയൊന്ന് കണ്ണടച്ചേ. ആ, കണ്ണടയ്ക്കാൻ. ഞാനൊരു കാര്യം പറയാം. ശരി. എന്താ വിന്നി? കൃത്യസമയത്ത് തന്നെ വരണേ, ഞാൻ കാത്തിരിക്കും. പറ്റിച്ചേ, ഈ വിന്നിയുടെ ഒരു കാര്യം. ശരി അന്നെ, നാളെ കാണാം. ശരി. എനിക്കൊരു മണ്ടത്തരം പറയാനുണ്ട് മുതലാളി. അത് നീ തന്നെ അങ്ങ് ഉറപ്പിച്ചോ? അല്ലല്ലല്ല, ഒരു കാര്യം പറയാനുണ്ട്. മണ്ടത്തരമാണേൽ ക്ഷമിക്കണോന്ന്. ആ, മണ്ടത്തരമാണേൽ ക്ഷമിക്കാം. അതെന്താ, മുതലാളിക്ക് മണ്ടത്തരം അത്ര ഇഷ്ടമാണോ? അല്ല, നീ ശരിക്കും എന്തിനാ വന്നത്? ചുമ്മാതെ വന്നതാ. എനിക്കറിയാമായിരുന്നു ഇവിടെ വന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിരിക്കാൻ കിട്ടുമെന്ന്. ആണല്ലേ? നീ ഇങ്ങടുത്ത് വന്നേ. നല്ലത് പറയുന്ന കാര്യത്തിലേ വിദ്യാഭ്യാസം കുറവുള്ളൂ. ചീത്ത പറയുന്ന കാര്യത്തിൽ എന്താ പാണ്ഡിത്യം. അച്ചടിച്ചത് പോലെയല്ലേ ഇങ്ങോട്ട് പ്രവഹിക്കുന്നത്. ഏതായാലും വെള്ളം ചൂടാക്കി തന്നെ ഒന്ന് കുളിച്ചേക്കാം. ചേട്ടാ, എന്നാലും ഞാനിത് എന്ത് കാര്യത്തിനാ അന്നയുടെ മുറിയിൽ നിന്നും ഇത് മോഷ്ടിച്ചത്? അല്ലേ തന്നെ അവൾക്ക് എന്തിനാ 2 വാച്ച്? ഈ പേഴ്സണാലിറ്റി കണ്ടുവേണം അവൻ എല്ലാ ഗിഫ്റ്റും ചോക്ലേറ്റും ഒക്കെ എനിക്ക് തരാൻ. എന്തായാലും അന്നയുടെ വാച്ച് കൂടെ എടുത്തേക്കാം. ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കാലോ. അന്നയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളിലൊന്ന് നഷ്ടമായല്ലേ? അതേ ഏഞ്ചൽ, സാരമില്ല അന്ന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വസ്തുവിലും അതിന്റെ ധർമ്മം കുറിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ കൃത്യനിർവഹണാർത്ഥം അവർക്ക് സ്ഥാനചലനം വരിക തികച്ചും സ്വാഭാവികമാണ്. തൽപ്രക്രിയ പൂർത്തിയാക്കിയുള്ള ആ വസ്തുവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ശരിയന്ന, തുടർന്നും കാണാം. ഇങ്ങനെ നടന്ന 10 മണി കഴിഞ്ഞാലും ഞാൻ റെക്സിന്റെ വീട്ടിൽ ചെല്ലില്ല. ഏതായാലും അന്നയോട് സമയം മാറ്റി പറഞ്ഞത് നന്നായി. അല്ലേലും ഇപ്പോ അവളുടെ ഉപദേശം കേട്ട് നടക്കേണ്ടി വന്നേനെ. റെക്സൻ അന്നയെ ചോദിക്കുവാണേൽ എന്താ പറയാ? ചോദിക്കുമ്പോ അവൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞതായി പറയാം. ഓഹോ,
രാവിലെ തന്നെ ഇറങ്ങിയല്ലേ, എന്നെ ഒന്ന് കൂട്ടിൽ പിടിച്ചിട്ടതല്ലേ. പേടിക്കുന്നതിന്റെ ആ സുഖം ഇന്ന് ഞാൻ മോൾക്ക് മനസ്സിലാക്കി തരാം. ചേടാ, ഒരു കിറ്റോ ബിഗ് ഷോപ്പറോ എടുക്കേണ്ടതായിരുന്നു. അല്ലേ വേണ്ട, അതും കൂടി അവന്റെ വകയായിക്കോട്ടെ. അതാരാവിടെ? ഡേവിഡേട്ടാ, ഞാനാ. ആഹാ, അന്നമോളോ? ഇതെന്താ ഈ ഉച്ചനേരത്തെ? എനിക്കും മിന്നിക്കും ഇന്ന് ഉച്ചയ്ക്ക് റെക്സന്റെ വീട് വരെ പോകണം. എന്തിയെ, വിന്നി ഒരുങ്ങിയോ? എന്താ ഡേവിഡേട്ടാ? പിന്നിക്കുഞ്ഞ് രാവിലെ തന്നെ പോയല്ലോ. രാവിലെയോ? അതെ, ഇന്ന് രാവിലെ റെക്സന്റെ വീട്ടിലെ പാർട്ടി എന്നാണ് പറഞ്ഞത്. ഓ, ആ പാവത്തിനെ വിന്നി ഒഴിവാക്കിയതായിരിക്കും. വിഷമിക്കാതെ അന്ന. അന്നയെപ്പോലെ ദൈവകൃപയാൽ അനുഗ്രഹീതയായ ഒരു കുഞ്ഞു മാലാഖയെ ഒഴിവാക്കിയത് വഴി ആർക്കാണ് യഥാർത്ഥത്തിൽ നഷ്ടം? ആയതിനാൽ അന്ന വിഷമിക്കേണ്ട യാതൊരു കാരണവുമില്ല. നമുക്കൊന്ന് പുറത്തു പോയാലോ അന്ന? എവിടേക്കാ ഏഞ്ചൽ? അതൊക്കെ ഉണ്ട് അന്ന. എങ്കിൽ ശരി ഏഞ്ചൽ. അല്ലെങ്കിൽ ഞാൻ സ്ഥലങ്ങൾ പറഞ്ഞു തരാം. പറയൂ പറയൂ, വേഗം പറയൂ. ആമിയുടെയും എമിയുടെയും കൂടിനടുത്ത്, ടോമി അങ്കിളിന്റെ അടുത്ത്, പിന്നെ ഒത്തിരി ഒത്തിരി പൂന്തോട്ടങ്ങളിൽ, അങ്ങനെ പലയിടങ്ങളിലായി നമുക്ക് വൈകുന്നേരം വരെ രസിച്ചു നടക്കാം. എന്താ? പക്ഷേ ഏഞ്ചൽ, ഇവിടങ്ങളിലെല്ലാം ഞാൻ നിത്യേന പോകുന്നതാണല്ലോ. അതെയോ? എന്നാൽ ശലഭങ്ങളായി പറന്നു പോയിട്ടുണ്ടോ? ഹായ്, ശലഭങ്ങളോ?
വിന്നിച്ചായ? കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ. അന്നമോള് ആസ്വദിക്കട്ടെ നമ്മുടെ ഈ ലോകത്തിന്റെ ഭംഗി. എന്റെ കർത്താവേ, തേ സാഹിത്യം. എവിടെ? വർഷം 8-10 വല്ല മാറ്റവും ഉണ്ടോ? എത്ര പെട്ടെന്ന് സമയം പോയത്. അപ്പച്ചനും അമ്മച്ചിയും കാത്തിരുന്ന് മടുത്തു കാണും. ഈ വിന്നിക്കുഞ്ഞിത് എന്ത് പോക്കാ പോയത്. റെക്സന്റെ വീട്ടിലും ചെന്നിട്ടില്ല, തിരികെ വീട്ടിലും വന്നിട്ടില്ല. പോരാത്തതിന് മുതലാളി സ്ഥലത്തില്ല. എന്റെ കർത്താവേ, ഞാൻ എന്താ ചെയ്യാ? എന്താ അന്നെ കുഞ്ഞെ ചെയ്യുക? സമാധാനിക്കൂ ഡേവിഡേട്ടാ. ഞാൻ വീട്ടിൽ ചെന്ന് അപ്പച്ചനുമായിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് അന്വേഷിക്കാം. അന്ന, വിന്നിയെ അന്വേഷിക്കാൻ പോകുമ്പോൾ വ്യാപാരി തന്ന ആ സമ്മാനവും കരുതിക്കൊള്ളുക. ശരി ഏഞ്ചൽ. വിന്നിക്കുഞ്ഞേ, വിന്നിക്കുഞ്ഞേ. ഇല്ല മോളെ, ഇവിടെ എങ്ങും ഇല്ല. നമുക്കിതേ ആ വഴിയിലൂടെ നടന്നു നോക്കാം. ശരി യൂസഫ്. അന്ന, അന്നയുടെ കൈവശമുള്ള ആ വാച്ചിന്റെ ബട്ടൺ ഒന്നമർത്തു. വിന്നി നിങ്ങളുടെ സമീപത്ത് തന്നെ ബോധരഹിതയായി കിടക്കുന്നുണ്ട്. ശരി, നന്ദി ഏഞ്ചൽ. വീട്ടിലേക്കാണെന്ന് പറഞ്ഞിറങ്ങിയത് ഈ കാറ്റിൽ കിടന്നുറങ്ങാനാണോ? ഏതായാലും ഇനി രാത്രി ഒന്നും കഴിക്കണ്ട. കുറെ നേരമായി ഞാൻ തീ തിന്നാൻ തുടങ്ങിയത്. ഈ വാച്ച് അങ്കിളെ, അന്നെ എന്നോട് ക്ഷമിക്കണേ. ഈ വാച്ച് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. അതാ ഞാൻ സമയം മാറ്റി പറഞ്ഞ് അന്നയെ പറ്റിക്കുകയും ചെയ്തു. കൂടാതെ അവിടുന്ന് വാച്ചും മോഷ്ടിച്ചു. കഷ്ടം. അത് സാരമില്ല ഡേവിഡേട്ടാ. ആ വാച്ച് വിന്നി എടുത്തോട്ടെ. അതെ, അന്നക്ക് 2 വാച്ചിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മക്കളെ. അവിടുന്ന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് വിന്നി ചെയ്തത്. എങ്കിൽ പോലും അവിടുന്നൊരു പോറൽ പോലും ഏൽക്കാതെ വിന്നിയെ സംരക്ഷിച്ചു. അതിൽ നിന്നും ആ സ്നേഹസാഗരത്തിന്റെ ആഴം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ആ മഹത്വത്തെ വാഴ്ത്താം. ആമേൻ.